നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നിങ്ങൾക്ക് വളരെ അനുകൂലമായ ജോലി, ബിസിനസ് മേഖലകളാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങളിൽ കൃത്യതയും സൂക്ഷ്മതയും പാലിക്കേണ്ടതാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കാത്തത് മുഖേന ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. കർമ്മഗുണം അനുഭവത്തിൽ വരുന്നതായി കാണുന്ന സമയമാണ്. സർക്കാർ തലത്തിൽ നിന്നും സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ, ആശാജനകമായ എഴുത്തുകുത്തുകൾ എന്നിവ ലഭിക്കുന്നതായാണ് കാണുന്നത്. ഇനി അവിവാഹിതരാണെങ്കിൽ ജൂൺ ജൂലൈ മാസത്തോടെ തന്നെ നിങ്ങളുടെ വിവാഹയോഗം കാണുന്നുണ്ട്. ഈ വർഷം തന്നെ വിവാഹം നടക്കുമെന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കരഗതമാകാനിരിക്കുന്ന അല്ലെങ്കിൽ കരസ്ഥമാക്കപ്പെട്ട, നിങ്ങൾക്ക് വന്നു ചേരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി വന്നു ചേരാൻ പോകുന്ന പൂർവിക സ്വത്തിന് നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവുമായി അകലുവാനുള്ള സാധ്യതയും, കൂടാതെ ഇഷ്ടജന വിയോഗവും കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം, മനസ്സിന് ധൈര്യം കൊടുക്കണം. പൊതുവെ നിങ്ങൾക്ക് സമാധാനപൂർണമായുള്ള സന്തുഷ്ടമായ ജീവിതമാണ് കൈവരുന്നത്. എന്നാൽ നിങ്ങളുടെ ജന്മസ്ഥലത്ത് നിന്നും അകന്നു നിന്നുള്ള ജോലിയായാലും ബിസിനസ് രംഗങ്ങളായാലും ശുഭകരമായി കാണുന്നുണ്ട്. കൂടാതെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടി, വളരെ പെട്ടെന്ന് തന്നെ പിണങ്ങുന്ന, കോപം വരുന്ന നിങ്ങളുടെ സ്വഭാവം മൂലം പ്രിയജനങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെയും വിഷമിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കാര്യം വളരെയധികം മനസ്സിൽ ഓർത്തു വയ്ക്കുക. സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇഷ്ടജനാംഗീകാരവും പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദര സന്താനങ്ങൾക്കും വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാവുന്നതാണ്. പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായി വളരെ സന്തോഷപ്രദമായ സമാധാനപരമായ ജീവിതം നയിക്കുമെന്നാണ് കാണുന്നത്. വിദേശത്ത് പഠനത്തിനായോ ജോലിക്കായോ സ്ഥിരതാമസത്തിനായോ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് പുതിയ ചില സംരംഭങ്ങളിലേർപ്പെട്ട് ഉയർച്ചയിൽ എത്തിച്ചേരാവുന്ന സാധ്യത കൂടി ഈ മാസം തെളിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിക്കും പ്രശസ്തി, അംഗീകാരങ്ങൾ തുടങ്ങിയവ ലഭിക്കുവാൻ ഇടയുള്ള സമയമാണിത്. നിങ്ങളുടെ വിവാഹ ജീവിതം തികച്ചും സന്തോഷകരമായിരിക്കും. നിങ്ങൾക്ക് സമൂഹത്തിൽ പുതിയ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതോടെ നിങ്ങളുടെ കുടുംബശ്രേയസ് വർദ്ധിക്കുന്നതായി കാണുന്നു. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മാനസിക വിഷമങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും അത്യാവശ്യം ദൈവാധീനമുള്ളതിനാൽ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനും പരിഹാരങ്ങൾ കാണുന്നതിനും വിജയം നേടുവാനും സാധിക്കുന്നു. വിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് തികച്ചും സന്തോഷമുള്ള സന്തുഷ്ടത നിറഞ്ഞ ജീവിതമാണ് കാണുന്നത്. സന്താനങ്ങൾക്കാണെങ്കിൽ ഉപരിപഠനത്തിനും ജോലി പ്രവേശനത്തിനും ഉള്ള യോഗവും കാണുന്നുണ്ട്. നിങ്ങളുടെ മുതിർന്ന സന്താനത്തിലൂടെയോ സഹോദര സ്ഥാനത്തിലൂടെ ഉള്ള സന്തോഷകരമായ അനുഭവമോ കാണുന്നുണ്ട്. താൽക്കാലികമായ ദോഷശാന്തിക്കായി മഹാമൃത്യുഞ്ജയ ഹോമം, ശനിശാന്തി ഹോമം, കുജസന്ധി ഹോമം എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ ശിവ, ശനി, കുജമന്ത്രങ്ങൾ ദിവസവും കേൾക്കുന്നതോ ചൊല്ലുന്നതോ വളരെ അഭിലഷണീയമാണ്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ദാനധർമ്മങ്ങൾ നടത്തുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതും വളരെയധികം നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്നതാണ്. ഗുരുസ്ഥാനീയർക്കോ മുതിർന്ന കാരണവർമാർക്കോ പുതുവസ്ത്രം കൊടുക്കുന്നതും നിങ്ങൾക്കുള്ള പിതൃദേവ അനുകൂലം വർദ്ധിപ്പിക്കുവാൻ സഹായകമാകുന്നതാണ്. ഇതുകൂടാതെ
നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഏറെ ഗുണഫലാർഹങ്ങളാണ്. ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിന് സഹായകമാകുന്നു. 8, 17, 18, 26 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. രോഹിണി, അത്തം, ചോതി, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് അനിഴ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. 8 ആണ് അനിഴ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. കറുപ്പ്, നീല ആണ് ഭാഗ്യനിറങ്ങൾ. ശനിയാഴ്ച ദിവസങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.